എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ആണെങ്കിൽ വോയിസ് ഓവർ കൊടുക്കാനൊന്നും മക്കളില്ല, തന്നെയാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഗോതമ്പ് പാലപ്പം എങ്ങനെ റെഡിയാക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും, പക്ഷേ അറിയാൻ വയ്യാത്തവരും കാണുമല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ബാറ്റർ എങ്ങനെ റെഡിയാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 1 കപ്പ് ഗോതമ്പിന് 1/2 കപ്പ് ചോറും 1/2 കപ്പ് തേങ്ങായും അങ്ങനെ വെച്ച് നമ്മൾ അരച്ചെടുക്കുകയാണ്. ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു 1/2 സ്പൂണാണെങ്കിൽ നമ്മുടെ ഈസ്റ്റ് ഇടുക. അതുപോലെ തന്നെ 1 സ്പൂണ് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് അത് അരച്ചെടുക്കും. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എടുക്കാനും മറക്കരുത്. അപ്പോൾ നമ്മളതാണെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിലാണ് ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് 1 മണിക്കൂർ അതൊന്ന് പുളിക്കാൻ വെക്കണം. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് അപ്പം ചുട്ടെടുക്കാൻ പറ്റും. അപ്പം നല്ലതാണെങ്കിൽ നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഗോതമ്പ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നമുക്ക് കഴിക്കാൻ നല്ലൊരു വെറൈറ്റി. എപ്പോഴും നമ്മൾ അരി കൊണ്ടുണ്ടാക്കുന്നുണ്ട്, അപ്പോൾ നമുക്കൊരു വെറൈറ്റി ആയിട്ട് ഗോതമ്പും കൊണ്ട് പാലപ്പമൊക്കെ റെഡിയാക്കണ്ടേ. അപ്പോൾ നമുക്ക് റെഡിയാക്കി നോക്കാം കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഇത് ഇവിടെ എല്ലാവർക്കും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ റെഡിയാക്കിയത്. അപ്പം നിങ്ങളാണെങ്കിൽ അറിയാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് വീണ്ടും വീഡിയോസൊക്കെ ഇടാൻ പറ്റുന്നതും വീഡിയോസ് ഇടാൻ തോന്നുന്നതൊക്കെ. നമുക്കാണെങ്കിലും കമൻറ്റൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, മക്കൾക്കൊക്കെ ആണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരുടെയും കമൻറ്റൊക്കെ വായിച്ച് കേൾക്കുന്നതൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഇത് മോള് റെഡിയാക്കിയതാണ്. ഇതുപോലെ അവൾ പിക്ചർ ഇങ്ങനെ വരച്ചിട്ട് അത് വെട്ടിയെടുത്ത് സെല്ലോ ടേപ്പൊക്കെ വെച്ച് ഒട്ടിച്ച് അങ്ങനെ അതിന് ഉടുപ്പും പിന്നെ അതുപോലെ ഹെയറും ഒക്കെ ആണെങ്കിൽ അവൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇത് കണ്ട് ഇതുപോലെ ആണെങ്കിൽ ബാക്കിലൊക്കെ ഇങ്ങനെ കെട്ടി വെക്കുന്ന പോലെ വെച്ച് കഴിഞ്ഞാൽ അതൊരു ഡ്രസ്സ് നമ്മൾ ഇട്ട പോലെ ഒരു നമ്മളിങ്ങനെ പിന്നെ പാവയ്ക്കൊക്കെ നമ്മൾ ഉടുപ്പൊക്കെ തയ്ച്ച് കൊടുക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ പേപ്പറിലാണെങ്കിൽ അവൾ ചെയ്താണ് കണ്ടോ. ഇപ്പോൾ ഒരു ഉടുപ്പ് ഇങ്ങനെ നമ്മൾ റെഡിയാക്കി ഇട്ട പോലെ ഇരിക്കും. അതുപോലെ തന്നെ ഹെയറൊക്കെ ആണെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കുന്നതാണ്. ഇതുപോലെ ഞാൻ ഒരു പ്രാവശ്യം ലൈവിൽ വന്നപ്പോൾ ഇങ്ങനെ കാണിച്ചായിരുന്നു. ഇങ്ങനെ കുറേ പടങ്ങളൊക്കെ വരച്ചിട്ട് അതിലാണെങ്കിൽ അവൾ ഇതുപോലെ സെപ്പറേറ്റ് ഇങ്ങനെ ആളിൻ്റെ പിന്നെ പടം വരയ്ക്കും. പിന്നെ അതുപോലെ നമുക്കിഷ്ടം ഇങ്ങനെ ഷൂ അതുപോലെ ഡ്രസ്സിൻ്റേത് അതും സെപ്പറേറ്റ് പടമൊക്കെ വരച്ചിട്ട് അതിന് കളർ കൊടുത്ത് അപ്പം നമുക്കിഷ്ടമുള്ളതാണെങ്കിൽ ഒരു ഗെയിം പോലെ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെ അവളുടെ ഫ്രീ ആയിരിക്കുന്ന സമയങ്ങളിലൊക്കെ ചെയ്യുന്നതാണ്. ഇതാണെങ്കിൽ ലവ് ബേർഡ്സ്. ഈ ഒരു കൂട് കിളിയെല്ലാം കൂടെ ആണെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാരി നാട്ടിൽ പോയ സമയത്ത് നമ്മുടെ അടുത്ത് ഏൽപ്പിച്ചതാണ്. അപ്പം അവരുടെ കിളികളും നമ്മുടെ കിളികളും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം ഇത് ഞങ്ങളുടെ അടുക്കളത്തോട്ടം. അടുക്കള നിങ്ങൾ ഓൾറെഡി ഇതൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ആണെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ആണെങ്കിൽ ഇപ്പം ഇത് ഞാൻ നേരത്തെ എടുത്ത് വെച്ചൊരു വീഡിയോ ആണ്. ഇതിലും കൂടുതൽ ഇപ്പം വളർന്നൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഞാൻ മല്ലിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. മല്ലിയൊക്കെ ഓൾറെഡി ആണെങ്കിൽ ഇത്രയും കിളിച്ച് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം റീസെൻ്റ്ലി ഉള്ള സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഫുൾ ഇപ്പം ആണെങ്കിൽ പച്ചച്ചീര ഉണ്ടല്ലോ അത് കിളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ ഇപ്പം വലുതായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബോക്സിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒത്തിരി വലുതായിട്ടുണ്ട്. അതുപോലെ ഇത് തക്കാളി ആണെങ്കിലും ഇപ്പോഴത്തെ ഇതിൽ വലുതായിട്ട് പിന്നെ അതിനകത്ത് പൂവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. തക്കാളി ഉണ്ടാകാറായിട്ടുണ്ട്. നേരത്തെയൊക്കെ ഈ സമയമൊക്കെ ആയപ്പോഴത്തേന് തക്കാളിയൊക്കെ കുറേ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ വെണ്ടയ്ക്ക, അതുപോലെ മത്തനാണെങ്കിൽ നമുക്ക് അധികം മണ്ണൊന്നും ഇല്ലാത്തതുകൊണ്ട് മത്തൻ നമുക്ക് ഇല കിട്ടും, തോരൻ വെക്കാനൊക്കെ കിട്ടുമായിരുന്നു. അതുപോലെ ഇതാണെങ്കിൽ ചെറിയ ഉള്ളിയും പിന്നെ സവാളയാണെങ്കിൽ നട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഓൾറെഡി ഇങ്ങനെ ഇതിനകത്തുനിന്ന് മുറിച്ചെടുത്തതാണ്. വീണ്ടും അതിങ്ങനെ നമ്മൾ മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ കിളിക്കും. അപ്പം നമുക്കത് എടുത്തിട്ട് തോരനൊക്കെ വെക്കാനൊക്കെ നല്ലതാണ്. ഇത് പച്ചച്ചീര കേട്ടോ. പിന്നെ ഇതാണെങ്കിൽ നമ്മുടെ പുതിനയിലയാണെങ്കിൽ ഇപ്പോൾ ഇത് നിറച്ചും ഉണ്ടായി നിൽപ്പുണ്ട്. നേരത്തെ ആണെങ്കിൽ ഞാനിത് വെട്ടി എടുക്കത്തില്ലായിരുന്നു. അപ്പം നമ്മൾ ഈ കറിവേപ്പിൻ്റെയൊക്കെ ആണെങ്കിൽ ഇല നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ വീണ്ടും നമുക്ക് അവിടുന്ന് പൊട്ടിക്കിളിക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ഇതിലും അങ്ങനെ പൊട്ടിക്കിളിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഇതാണെങ്കിൽ നമ്മുടെ പനിക്കുറുക്ക ഇപ്പോൾ ആ ചട്ടിയിൽ നിറച്ചുമായിട്ടുണ്ട്. വൈകിട്ടത്തേന് സ്പെഷ്യലാണെങ്കിൽ കട്ട്ലേറ്റ് ആയിരുന്നു. കട്ട്ലേറ്റ്
സാദാ കട്ട്ലേറ്റ്, നമ്മുടെ ചിക്കൻ കട്ട്ലേറ്റ് ഒന്നുമല്ല, വെജിറ്റബിൾ കട്ട്ലേറ്റ് തന്നെയായിരുന്നു. ഇത് ബ്രെഡ് ക്രംസ് വെച്ചിട്ടും അതുപോലെ തന്നെ ഓട്സ് വെച്ചിട്ട് റെഡിയാക്കിയതാണ്. പക്ഷേ ബ്രെഡ് ക്രംസ് വെച്ചിട്ട് റെഡിയാക്കിയതായിരുന്നു ടേസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.